ബെന്നി ബെഹനാന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ബെന്നി ബെഹനാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. നേരത്തെ UDF കൺവീനറായിരുന്നു, ഇപ്പോൾ MP ആണ്. അദ്ദേഹം നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയിലെ ഒരു രംഗം അതാണ് പ്രേക്ഷകർ കണ്ടത്. കോൺഗ്രസ് കേരളത്തിൽ ഇതുപോലെ വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജാഥകളും പന്തളത്ത് സമാപിക്കും. വിഷയം ശബരിമല സംരക്ഷിക്കണം, ശബരിമലയിലെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ജാഥ സംഘടിപ്പിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ്. 2026 നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുമ്പാണ് ഇത്തരമൊരു ജാഥ നടത്തുന്നത് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുകയാണ് UDF ചെയ്തിരിക്കുന്നത്. എന്താണ് അവരുടെ ഏക ആയുധം? ശബരിമലയിലെ സ്വർണ്ണ മോഷണം മാത്രമാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, LDF സർക്കാർ വമ്പിച്ച വിജയമായിരുന്നു എന്ന്. 9.5 വർഷമായി കേരളത്തിൽ LDF ഭരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി, മന്ത്രിമാർ മാറിയിട്ടുണ്ട്, നയം മാറിയിട്ടില്ല, നിലപാട് മാറിയിട്ടില്ല. സ്വാഭാവികമായും 9 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണത്തിലുള്ള വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണ്ടേ 2026 നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പോരാടേണ്ടത്? സാധാരണ അങ്ങനെയാണല്ലോ നടക്കാറുള്ളത്. 5 വർഷം UDF ഭരിച്ചാൽ ആ 5 വർഷത്തെ UDF സർക്കാരിന്റെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിയല്ലേ LDF പ്രചാരണം നടത്തുക. ഭരണപക്ഷം UDF ആകട്ടെ അവരുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചാരണം നടത്തും. അങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് പോകുന്നത്. 2026 എന്തുകൊണ്ട് UDFന് അങ്ങനെ പോകാൻ കഴിയുന്നില്ല? കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഉയർത്തിക്കാട്ടി ഭരണപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭരണപരാജയം ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പരാജയങ്ങൾ സംഭവിച്ചു, കേരളത്തെ പുറകോട്ട് നയിച്ചു എന്തൊക്കെ പറയണ്ടേ? കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണമല്ലേ നടത്തേണ്ടത് കോൺഗ്രസ്? പക്ഷേ കോൺഗ്രസ് അതെല്ലാം ഉപേക്ഷിക്കുന്നു, അതിലേക്ക് പോകുന്നേയില്ല, അക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ ലഭിച്ച ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണം എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. LDFനെ സംബന്ധിച്ച് വമ്പിച്ച വിജയമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഭരണം. അതിനുള്ള സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് UDF എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശബരിമല വിഷയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. തീരുമാനമെടുക്കുക ഹൈക്കോടതിയാണ്. തീരുമാനം വരട്ടെ. 6 ആഴ്ച സമയമാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഹൈക്കോടതി. തീരുമാനം എന്തായാലും അത് അംഗീകരിക്കും. അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു CPIM നേതാക്കൾ, LDF നേതാക്കൾ. അത് അംഗീകരിക്കാൻ ഹൈക്കോടതിയുടെ തീരുമാനത്തെ പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല UDFന്, കോൺഗ്രസിന്. അത് കോൺഗ്രസിന് UDFന് തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് കോടതി പറയുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപാണ് എന്നുകൂടി ഓർക്കണം. LDF സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെ LDF നേതാക്കൾ വിശ്വസിക്കുന്നു. UDFനെ സംബന്ധിച്ച് ഒരേ ഒരു വിഷയം മാത്രം, ഈ കാലത്ത് തെരഞ്ഞെടുപ്പിന് വെറും 6 മാസങ്ങൾ മാത്രമുള്ളപ്പോൾ കേരളത്തിൽ 9.5 വർഷക്കാലം ഭരിച്ച LDF സർക്കാരിന്റെ പരാജയം അത് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമല്ലേ നടത്തേണ്ടിയിരുന്നത്? ക്രമസമാധാന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന മേഖലയിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്? ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്തുകൊണ്ട് UDFന് കഴിയുന്നില്ല? അങ്ങനെ ഒന്നും പറയാനില്ല UDFന് എന്നതുകൊണ്ടല്ലേ ഈ വിശ്വാസ സംരക്ഷണം മാത്രം ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളം ഭരിച്ച LDF സർക്കാരിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട്. അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങളെ സമീപിക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. എതിർത്തു പറയാൻ ഒന്നുമില്ലാതെ പ്രതിപക്ഷം ശബരിമലയുടെ പിറകെ പോയിരിക്കുന്നു. അത് പ്രതിപക്ഷത്തിന് UDFന് തിരിച്ചടിയാകുമോ എന്നത് 6 ആഴ്ച കഴിയുമ്പോൾ അറിയാം.